ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ 11 ദിവസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ ഏരിയ കത്തിച്ച് തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും തിയേറ്ററുകൾ കാര്യങ്ങളൊക്കെ കൂടുന്നു, ഭയങ്കരമായ ഷോക്ക് ഔട്ടുകൾ കൂടുന്നു. ഇന്ന് കേരളത്തിലെ കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായി തിങ്കളാഴ്ച കാണുന്ന ഒരിടിവ് സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയാനുള്ളത്. മാർക്കോ ഇന്ന് നേടിയിരിക്കുന്നത് 1.25 കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ. ആദ്യ 10 ദിനങ്ങൾ കഴിഞ്ഞ് 11-ാം ദിവസം 2 കോടിക്ക് താഴെ പോകുന്ന ആദ്യ ദിനമായി വരുന്നു സിനിമ. ഇതിനോടകം തന്നെ കേരള കളക്ഷൻ 37 കോടിക്ക് മുകളിലേക്ക് എത്തുകയാണ്. ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾ പ്രകാരം 81,81,000 രൂപയാണ് ഇന്ന് 753 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ സിനിമയ്ക്ക് വന്ന കളക്ഷൻ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഒരു ദിവസം കൂടെ പറയുന്നു, 50,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്താണേലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, റെക്കോർഡ് തൂക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് സ്വാഭാവികമായ ഒരു ഇടിമുണ്ടെങ്കിൽ പോലും സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 30,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഇടിവ്, തിങ്കളാഴ്ച എന്നുള്ള ആ ഒരു ഇടിവ് മാത്രമാണ് സിനിമയ്ക്ക് ഉള്ളത്. എന്താണേലും ഇതിനോടകം തന്നെ 13 ലക്ഷം ടിക്കറ്റ് വിറ്റുപോയിരിക്കുകയാണ് സിനിമയുടെ. അത് ഒരു സർവ്വകാല റെക്കോർഡിലേക്ക് എത്തുകയാണ്. ഒരു മലയാള സിനിമ ഹിന്ദിയിൽ ചെന്ന് അവിടെ അരങ്ങ് വാഴുന്ന ഒരു കാഴ്ച. 1000-ന് മുകളിലുള്ള ഷോകളാണ് ഇന്ന് തിയേറ്ററുകൾ ഹിന്ദി മേഖലയിൽ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് അവിടെ നിന്ന് വരുന്ന കാര്യങ്ങൾ. ഇതോടകം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 8 കോടിയോളം എന്നുള്ള കണക്കുകളും സിനിമ 75 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നു എന്നുള്ള കണക്കുകളുമാണ്. എന്താണെങ്കിലും അതിഗംഭീരമായിട്ട് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു സിനിമ കുതിച്ചുകൊണ്ട് പായുന്നത്. വരുന്ന ദിവസങ്ങൾ ഇനി ഞെട്ടിപ്പിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ്. നാളെ, അതായത് ജനുവരി 1-ന് ഹിന്ദി GCCയിൽ റിലീസ് ചെയ്യുന്നു, തെലുങ്കിൽ റിലീസ് ചെയ്യുന്നു. തെലുങ്കിൽ ജനുവരി 1-ന് റിലീസ് ചെയ്യുന്നു. ജനുവരി 3 ആകുമ്പോഴത്തേക്ക് തമിഴിലും സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ കളക്ഷൻ ആളിപ്പടരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 200 കോടി എന്നൊക്കെ പറയുന്നത് പൂ പറിക്കുന്ന പോലെ ഈസി ആയിട്ട് മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇതിനോടകം തന്നെ സിനിമ 75 കോടി നേടിയെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ സിനിമ 100 കോടിയിലേക്ക് എത്താൻ വലിയ താമസം വേണ്ട എന്ന് തന്നെ പറയാം. എന്താണേലും അതിഗംഭീരമായിട്ടുള്ള കുതിപ്പ് തന്നെയാണ്. സിനിമയുടെ ക്വാളിറ്റിയാണ് അവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ്റെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ചാതുര്യവും ആണ് ഏറ്റവും കൂടുതലായി പറയുന്നത്. ഹിന്ദി അത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇതുവരെ വേറെ ഒരു നടനും പുറത്തു നിന്നുള്ള ഹിന്ദിക്കാരല്ലാത്ത നടന്മാരിൽ നിന്ന് അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡബ്ബിങ് എടുത്തു പറയപ്പെടുന്നു, ശ്രദ്ധിക്കപ്പെടുന്നു, ഹിന്ദിയിൽ വലിയ രീതിയിൽ തരംഗമാകുന്നു. ഹിന്ദി കണ്ട, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബ്രൂട്ടലായിട്ടുള്ള ബ്ലഡ് ഷിറ്റ് ഉള്ള ഒരു സിനിമയായി മാറുന്നു. ഇത്ര വയലൻസ് ഉള്ള സിനിമ ഇന്ത്യൻ സിനിമകളിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് എല്ലാവരും അംഗീകരിക്കുകയാണ്. നോർത്ത് ഇന്ത്യ ആകെപ്പാടെ അംഗീകരിക്കുകയാണ്. അതോടുകൂടി തന്നെ ഗംഭീരമായുള്ള മാർക്കറ്റിംഗ് ഉണ്ണി മുകുന്ദൻ ആൻഡ് ടീം ബോംബെയിലുമൊക്കെ നടത്തുന്നു. അതോടുകൂടി ജനുവരി 1 മുതൽ നമുക്ക് ആളിക്കത്തുന്ന മാർക്കോയെ കാണാം. ഇനി തെലുങ്ക് ദേശത്തൂടെ സിനിമയൊന്ന് ക്ലച്ച് പിടിച്ചാൽ ഈ പറഞ്ഞ 200 കോടി പുഷ്പം പോലെ നടക്കും എന്നുള്ളത് സിമ്പിളായിട്ട് പറയാം. എന്തായാലും കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെയാണ് സിനിമ ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത്, എവിടെയൊക്കെയാണ്, അതൊന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. ഇന്ന് 75 കോടിയുടെ പോസ്റ്റർ വരുമോ, അല്ലെങ്കിൽ നാളത്തേക്ക് പോസ്റ്റർ വരുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്ത് തോന്നുന്നു? നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം, സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.